നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് കുമ്പടാജി ആജിലയിലെ പുഷ്പാവതിയുടെ കൊലപാതകം പ്രതി പരമേശ്വരയെ ചോദ്യം ചെയ്തതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വ്യക്തിഹത്യ നടത്തിയതിലുള്ള വൈരാഗ്യമാണ് കൊലപാതക കാരണമെന്ന മൊഴി. പുഷ്പലതയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണം മോഷ്ടിച്ചതായും പ്രതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. അതേസമയം പ്രതിയുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. തൃശൂരിൽ നടന്നുവരുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തന്റെ രചനാ വൈഭവം തെളിയിക്കാൻ പടനയിലെ സിയ ഫാത്തിമ എന്ന 10ാം തരം വിദ്യാർത്ഥിക്ക് ലഭിച്ചത് മറക്കാനാവാത്ത അരമണിക്കൂർ. ശാരീരിക വേദനകൾ അല്പനേരത്തേക്ക് മറന്ന് രാവിലെ 11:30ഓടെയാണ് ഓൺലൈനിലായി 11ാം വേദിയിൽ അറബിക് കലോത്സവത്തിലെ പോസ്റ്റർ രചനയിൽ സിയ മാറ്റുരച്ചത്. കുമ്പള ടോൾ പിരിവിനെതിരെ സമരം ഘടിപ്പിക്കാൻ ആക്ഷൻ കമ്മിറ്റി തീരുമാനം. തിങ്കളാഴ്ച കളക്ടറേറ്റിന് മുന്നിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ സംഗമം നടത്തും. കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ ഹോസ്ദുർഗ് സർക്കിൾ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മ്യൂണിറ്റി ഔട്ട് പ്രോഗ്രാം വിവിധ പരിപാടികളോടെ നടന്നു. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചെങ്കൽ ഉൽപാദക ഉടമസ്ഥത ക്ഷേമ സംഘം തിങ്കളാഴ്ച സംസ്ഥാന വ്യാപക പണിമുടക്ക് നടത്തും. അന്നേ ദിവസം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ 10 മണിക്ക് കളക്ടറേറ്റ് ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കിടപ്പിലായവർക്കും മാരകരോഗം ബാധിച്ചവർക്കും ഒറ്റപ്പെട്ടവർക്കും പാലിയേറ്റീവ് സാന്ത്വന ചികിത്സ അനിവാര്യമെന്ന GDHH മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M ഹർഷ. അമ്പലത്തറ സ്നേഹവീട് പാലിയേറ്റീവ് കെയർ സെന്റർ വെളിച്ചം എന്ന പേരിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. റെഡ് സ്റ്റാർ അജാനൂരിന്റെ വോളിബോൾ താരങ്ങൾ വീണ്ടും കളിക്കളത്തിലിറങ്ങി. അഡോട്ട വോളി ലീഗ് അഡോട്ട റെഡ് സ്റ്റാർ ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടിൽ നടന്നു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കുമ്പടാജി ആജിലയിലെ പുഷ്പാവതിയുടെ കൊലപാതകം പ്രതി പരമേശ്വരയെ ചോദ്യം ചെയ്തതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വ്യക്തിഹത്യ നടത്തിയതിലുള്ള വൈരാഗ്യമാണ് കൊലപാതക കാരണമെന്നാണ് മൊഴി. പുഷ്പലതയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണം മോഷ്ടിച്ചതായും പ്രതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. അതേസമയം പ്രതിയുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. മവ്വാറിൽ ആജില വീട്ടിൽ പുഷ്പാവതി വി ഷെട്ടിയുടെ കൊലപാതകം നടുക്കം മാറാതെ നാട്. സമീപകാലത്തൊന്നും ചെറിയ കുറ്റകൃത്യം പോലും നടന്നിട്ടില്ലാത്ത നാട്ടിൽ നടന്ന അരും കൊല ആർക്കും വിശ്വസിക്കാനാകുന്നില്ല. ഏറെ നാളായി വീട്ടിൽ തനിച്ച് താമസിക്കുകയായിരുന്നു കൊല്ലപ്പെട്ട പുഷ്പലത. പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്തുഞെരിച്ചും ശ്വാസം മുട്ടിച്ചുമാണ് കൊലപാതകമെന്ന വ്യക്തമായി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. പരമേശ്വർ എന്ന രമേശ് നായക്കാണ് അറസ്റ്റിലായത്. മറ്റൊരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ പുഷ്പലത സംസാരിച്ചതിലുള്ള വൈരാഗ്യത്താലുള്ള കൊലപാതകം എന്നാണ് പ്രതിയുടെ മൊഴി. ആദ്യം കുറ്റം നിഷേധിച്ചുവെങ്കിലും തെളിവുകൾക്ക് മുന്നിൽ പ്രതിക്ക് അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം നടത്തിയത്. മൃതദേഹത്തിൽ നിന്നും 3 പവൻ തൂക്കമുള്ള കരിമണി സ്വർണമാലയും ഇയാൾ മോഷ്ടിച്ചിരുന്നു. എന്നാൽ പ്രതിയുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പുഷ്പലതയുടെ വീട്ടിലും സമീപ പ്രദേശങ്ങളിലും കൂലിവേല ചെയ്യുന്ന ആളാണ് പരമേശ്വര. കൊലപാതക കുറ്റത്തിന് പുറമെ പ്രതിക്കെതിരെ മോഷണ കുറ്റവും ചുമത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെയാണ് പുഷ്പലത വി ഷെട്ടിയെ വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ കൊലപാതകമാണെന്ന സംശയമുണ്ടായിരുന്നു. ബന്ധുക്കൾ സംശയം ഉന്നയിച്ചതോടെയാണ് പോസ്റ്റ്മോർട്ടം പരിയാരത്തേക്ക് മാറ്റിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ബദിയടുക്ക. തൃശൂരിൽ നടന്നുവരുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തന്റെ രചനാ വൈഭവം തെളിയിക്കാൻ പടനയിലെ സിയ ഫാത്തിമ എന്ന 10ാം തരം വിദ്യാർത്ഥിക്ക് ലഭിച്ചത് മറക്കാനാവാത്ത അരമണിക്കൂർ. ശാരീരിക വേദനകൾ അല്പനേരത്തേക്ക് മറന്ന് രാവിലെ 11:30ഓടെയാണ് ഓൺലൈനിലായി 11ാം വേദിയിൽ
അറബിക് കലോത്സവത്തിലെ പോസ്റ്റർ രചനയിൽ സിയ മാറ്റുരച്ചത്. ശാരീരിക അസ്വസ്ഥതകൾ മൂലം തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെട്ട പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥി സിയ ഫാത്തിമയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലിൽ സ്വപ്ന തുല്യമായ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം തുറന്നു. ഞാൻ 7ാം ക്ലാസ് മുതലേ വർക്കുണ്ട്. മൈലാഞ്ചിയിലെ വർക്ക് പോസ്റ്റർ, അറബിക് പോസ്റ്റർ. ഒരു വർഷത്തെ ചിത്രമൊക്കെ ഇവിടെ വീട്ടിലുണ്ടോ? ഇല്ല, വീട്ടിലുണ്ടോ? അല്ല, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലാ കലോത്സവ മത്സരത്തിലെ അറബിക് കലോത്സവത്തിൽ പോസ്റ്റർ രചനയിലാണ് സിയ ഫാത്തിമ സംസ്ഥാന മത്സരത്തിലേക്ക് യോഗ്യത നേടിയത്. പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിയായ സിയ ഫാത്തിമ പടന്ന തെക്കേപ്പുറം പുതിയ മസ്ജിദിന് സമീപത്തെ ഓട്ടോ ഡ്രൈവർ അബ്ദുൾ മുനീറിന്റെയും LK സാറുവിന്റെയും മകളാണ്. 2.5 മാസമായി കാലിലെ മുറിവ് മൂലം വേദന സഹിച്ചാണ് പഠനവും ചികിത്സയും നടന്നുവരുന്നത്. അസുഖം അല്പം ഭേദമായതോടെ മൊഗ്രാലിൽ നടന്ന കലോത്സവത്തിൽ പങ്കെടുക്കുകയും A ഗ്രേഡ് നേടുകയും ചെയ്തിരുന്നു. പിന്നീട് കാലിലെ വേദന കലശലായതോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിക്കുകയായിരുന്നു. അപ്പോഴാണ് വാസ്കുലൈറ്റിസ് എന്ന രോഗമാണെന്ന് തിരിച്ചറിഞ്ഞത്. 2 ആഴ്ചയായി കണ്ണൂരിൽ കിടത്തി ചികിത്സയിലായിരുന്നു. 3 ദിവസമായി പടന്നയിലെ വീട്ടിൽ ക്വാറന്റൈനിലാണ്. ജീവിതത്തിൽ ആദ്യമായി കലോത്സവത്തിൽ അവസരം ലഭിച്ചപ്പോൾ പങ്കെടുക്കാൻ കഴിയില്ലേ എന്ന ആശങ്ക സ്കൂളിലെ അറബിക് അധ്യാപികമാരുമായി സിയ ഫാത്തിമ പങ്കുവച്ചതാണ് സ്വപ്നതുല്യമായ അവസരം തുറന്നുകിട്ടിയത്. സ്കൂൾ മുഖ്യാധ്യാപിക VK ശശികലയും പ്രിൻസിപ്പൽ MC ഷിഹാബ്, അധ്യാപകരായ NB ഫെബീന, VKP ഖദീജ എന്നിവർ ഉൾപ്പെടെ സ്കൂൾ അധികൃതർ ചേർന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയ നിവേദനവും സിയ ഫാത്തിമ വാട്സാപ്പിലൂടെ നൽകിയ അപേക്ഷയും പരിഗണിച്ചാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ മന്ത്രി പ്രത്യേക അനുമതി നൽകിയത്. സിയ ഫാത്തിമ എന്നൊരു കുട്ടി പടന്നക്കാട് സ്കൂളിലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സിയയ്ക്ക് ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ട ടെക്നിക്കൽ സപ്പോർട്ടും മറ്റു കാര്യങ്ങൾ DO തന്നെ ചെയ്യണം എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഇന്നലെ കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ കൈറ്റിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ച് അറിയിച്ച് അവരവരുടെ സാങ്കേതിക സംവിധാനം ഇന്നലെ തന്നെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ HM ഇവിടുത്തെ AU ആയിട്ടുള്ള രമേശൻ മാഷ് അങ്ങനെ മറ്റു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുമായിട്ട് കോൺടാക്ട് ചെയ്യുകയും കൃത്യ ടൈമിൽ തന്നെ ഇന്ന് മത്സരം തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ സാങ്കേതിക വശങ്ങൾ ടെസ്റ്റ് ചെയ്ത് ഓക്കെ എന്ന് വരുത്തി തൃശ്ശൂരേക്ക് നമ്മൾ ഇൻഫോം ചെയ്തു. അതേപോലെ തന്നെ കുട്ടിക്ക് വേണ്ടുന്ന എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കി അതിനുശേഷം കൃത്യം മത്സരം ആരംഭിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് നമുക്ക് കോഡ് നമ്പർ അലോക്കേറ്റ് ചെയ്തു. ആ ഒരു കോഡ് നമ്പറിൽ സിയ ഫാത്തിമ മത്സരിക്കുകയും കൃത്യമായിട്ടുള്ള സമയത്തിൽ ഫിനിഷ് ചെയ്ത് വളരെ നന്നായി തന്നെ ഈ ഒരു വർക്ക് ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത. ഇതിൻ്റെ ഇടയ്ക്ക് പോലും കുട്ടിക്ക് പെയിൻ ഉണ്ടെങ്കിൽ പോലും ആ പെയിനെല്ലാം ഉള്ളിലൊതുക്കി വളരെ മികച്ച രീതിയിൽ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഈ വർക്ക് ചെയ്ത് ഈ ഒരു മത്സരത്തിൽ കോമ്പീറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ നല്ലൊരു വശമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടുന്ന മറ്റ് സജ്ജീകരണങ്ങൾ ഒരുക്കിയ എല്ലാവിധ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും മറ്റ് നാട്ടുകാരുടെയും മീഡിയ അതേപോലുള്ള ഉയർന്ന ഏതെല്ലാം സ്ഥാപനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിട്ടുണ്ടോ അവർക്കെല്ലാം തന്നെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. തൃശൂരിലെ CMHSSലെ വേദി 17 ശനിയാഴ്ച രാവിലെ 11 മണിക്ക് വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കാനാണ് സിയയ്ക്ക് അനുമതി നൽകിയത്. കൈറ്റ് അധികൃതർ വെള്ളിയാഴ്ച രാത്രിയോടെ തന്നെ പ്രാഥമിക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. സഹോദരൻ സിനാൻ തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ CABM വിദ്യാർത്ഥിയാണ്. ഉർമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കുമ്പള ടോൾ പിരിവിനെതിരെ സമരം കടുപ്പിക്കാൻ ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. തിങ്കളാഴ്ച കളക്ടറേറ്റിന് മുന്നിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ സംഗമം നടത്തും. കുമ്പള ആരിക്കാടിയിൽ ടോൾ പിരിവിനെതിരായ ആക്ഷൻ കമ്മിറ്റിയുടെ സമരം ശക്തമാക്കാൻ തീരുമാനം. കഴിഞ്ഞ ദിവസം കുമ്പളയിൽ ചേർന്ന സർവകക്ഷി ആക്ഷൻ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. തിങ്കളാഴ്ച കളക്ടറേറ്റിന് മുന്നിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ സംഗമം നടത്തും. മഞ്ചേശ്വരം കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ അംഗങ്ങളും കാസർഗോഡ് മുനിസിപ്പാലിറ്റി കൗൺസിലർമാരും പ്രതിഷേധ പരിപാടിയിൽ സംബന്ധിക്കും. കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിലെ കുമ്പള ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് അന്യായമാണെന്നും തടയണമെന്നും ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജി ഹൈക്കോടതി ഈ മാസം 21 പരിഗണിക്കും. ആക്ഷൻ കമ്മിറ്റി യോഗത്തിൽ AK മഷ്റഫ് MLA അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് കാർലെ, കുമ്പള പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK ആരിഫ്, CPM ഏരിയ സെക്രട്ടറി CS സുബൈർ,
കോൺഗ്രസ് നേതാവ് ലക്ഷ്മണ പ്രഭു, യൂസഫ് ഉളുവാർ, ഇർഷാദ് മൊഗ്രാൽ, താജുദ്ദീൻ മൊഗ്രാൽ തുടങ്ങി നിരവധി പേർ ആക്ഷൻ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ ഹോസ്തൃക് സർക്കിൾ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മ്യൂണിറ്റി ഔട്ട് പ്രോഗ്രാം വിവിധ പരിപാടികളോടെ നടന്നു. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ ഹോസ്തൃക് സർക്കിൾ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ ഹാളിലായിരുന്നു പരിപാടി നടന്നത്. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, SPCയുടെയും മറ്റ് സംഘടനകളുടെയും വിദ്യാർത്ഥികൾ, ബഹുമാന്യ മറ്റു സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റാണ്, കേരളത്തിലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. വിമുക്തി മിഷൻ അതൊരു സംവിധാനം എന്ന നിലയിൽ നമ്മുടെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ നിലനിൽക്കുകയാണ്. അവരെല്ലാ കാര്യങ്ങളിലും നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇതിൻ്റെ ആദ്യത്തെ എന്താണെന്ന് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷന്റെ പ്രസംഗത്തിലും നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പ്രധാനമായും നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യ ജീവിതത്തെ, സമൂഹത്തെ ആകെ കാർന്നു തിന്നുന്ന അതിമാരകമായ ഒരു പ്രശ്നമാണ് മദ്യത്തിൻ്റെ അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഒക്കെ ഫലമായി ഉണ്ടാകുന്ന അപകടകരമായ ലഹരിയോടുള്ള ആസക്തിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന വിഷയം. വിമുക്ത ജില്ലാ കോർഡിനേറ്റർ സ്നേഹ KM ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി, മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രകാശൻ, ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലത A, കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജിത K, കിനാനൂർ കരിന്തളം പഞ്ചായത്ത് പ്രസിഡന്റ് M രാജൻ, കോടമ്പള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജയചന്ദ്രൻ TV, പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് P രഘുനാഥ്, KCSA ജില്ലാ പ്രസിഡന്റ് നിഷാദ് P എന്നിവർ സംസാരിച്ചു. ഹോസ്ദുർഗ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പ്രസന്നകുമാർ VV സ്വാഗതവും ഹോസ്ദുർഗ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ജിഷ്ണുകുമാർ EV നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസുകൾ ഗോവിന്ദൻ P യും അഡ്വക്കേറ്റ് സീമയും കൈകാര്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. റെഡ് സ്റ്റാർ അജാനൂരിന്റെ വോളിബോൾ താരങ്ങൾ വീണ്ടും കളിക്കളത്തിലിറങ്ങി. അഡോട്ട് വോളി ലീഗ് അഡോട്ട് റെഡ് സ്റ്റാർ ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടിലാണ് നടന്നത്. അഡോട്ട് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ വോളി ലീഗ് സംഘടിപ്പിച്ചു. പ്രദേശത്തെ മുഴുവൻ വോളിബോൾ കളിക്കാരെയും ഉൾപ്പെടുത്തിയാണ് വോളി ലീഗ് സംഘടിപ്പിച്ചത്. ഒപ്പം പഴയകാല വോളിബോൾ കളിക്കാരെ ആദരിക്കുന്ന ചടങ്ങും നടന്നു. അഡോട്ട് പ്രദേശത്തെ ചെറുപ്പക്കാരെയും മുതിർന്നവരെയും ഉൾപ്പെടുത്തി 4 ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. മത്സരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ K സബീഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ ഒരുപാട് കലാകായിക സാംസ്കാരിക സംഘടനകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഗ്രാമീണ മേഖലയിലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളും സാംസ്കാരിക സംഘടനകളും നാട്ടിലെ ചെറുപ്പക്കാരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കളികളിലേക്കും അതുപോലെ തന്നെ കലകളിലേക്കുമെല്ലാം കൈപിടിച്ചുയർത്താൻ ആവശ്യമായ നിലയിലേക്ക് വിപുലമായ പരിപാടികൾ എല്ലാ കാലത്തും സംഘടിപ്പിച്ച് വരുന്നവരാണ്. പഴയ കാലങ്ങളിലേക്കെല്ലാം പോയാൽ ഓരോ സ്ഥലങ്ങളും വ്യത്യസ്തമായിട്ടുള്ള കളികൾക്കും കലകൾക്കെല്ലാം തന്നെ പ്രാധാന്യം നൽകുന്ന ഒരുപാട് സാംസ്കാരിക സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി. സംഘാടക സമിതി ചെയർമാൻ AV സഞ്ജയൻ അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും കാസർഗോഡ് SP-യുമായിരുന്ന P ഹബീബ് റഹ്മാൻ പഴയകാല വോളിബോൾ കളിക്കാരെ ആദരിച്ചു. വളരെയേറെ ഒരു ഗൃഹാതുരം ഉണ്ടാക്കിയ ഒരു ചടങ്ങാണ് ഇന്ന് ഇവിടെ നടന്നത്. ഇന്ന് ഞാനിവിടെ എത്തുന്നതുവരെ എൻ്റെ മനസ്സിലുണ്ടായ ചിത്രവും അതിനുശേഷം ഇവിടെ നടന്ന
ആൾക്കാരുമായി പരിചയപ്പെട്ട് നമ്മുടെ പഴയ കളിക്കാരെ കണ്ടപ്പോഴുള്ള എൻ്റെ വികാരമായ മാറ്റവും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എം പൊക്ലൻ, കെ വി നിഷാന്ത്, കെ സജിത് കുമാർ, അജയൻ, കൃഷ്ണകുമാർ, പി കാർത്യായനി എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി എം പ്രശോഭ് സ്വാഗതവും പ്രസിഡന്റ് സജീഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സെഞ്ചുറി വെഡിംഗ് മാളിന്റെ ഉദ്ഘാടനം 29-ന് നടക്കും. മാർക്കറ്റിംഗിന്റെ ഭാഗമായുള്ള ഫീൽഡ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നടന്നു. വസ്ത്രവ്യാപാര രംഗത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സെഞ്ചുറി വെഡ്ഡിംഗ് സെൻ്ററിൻ്റെ 9ാമത് ശാഖ ജനുവരി 29-ന് കാഞ്ഞങ്ങാട് പഴയ ആകാശ് കൺവെൻഷൻ സെൻ്ററിലെ ഷോറൂമിൽ ഉദ്ഘാടനം ചെയ്യപ്പെടും. 1,00,000 സ്ക്വയർ ഫീറ്റിലാണ് ഷോറൂം സജ്ജീകരിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായുള്ള പരസ്യ പ്രചാരണത്തിൻ്റെ ഭാഗമായി മാർക്കറ്റിംഗ് ഫീൽഡ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നടന്നു. ഡയറക്ടർമാരായ പി അഷ്റഫ് ഹാജി, പി സിദ്ദിഖ് ഹാജി എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ഏതായാലും നമ്മൾ ഇന്ന് നമ്മളെ പരസ്യ വാഹനങ്ങൾ ഇന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും കുറച്ചും കൂടി ഉഷാറായി പ്രവർത്തിക്കണമെന്ന് അറിയിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും സംസാരിക്കണമെന്ന് തോന്നുന്നില്ല. ദൈവനാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കാൻ പോകുന്നു. ഡയറക്ടർമാരായ പി ഫിറോസ്, പി ഫസൽ എന്നിവരും സ്റ്റാഫ് അംഗങ്ങളും സംബന്ധിച്ചു. നവജാത ശിശു മുതൽ മുതിർന്നവർ വരെയുള്ള ഉപഭോക്താക്കൾക്കായി വിവിധ ശ്രേണികളിലുള്ള വസ്ത്ര വിഭാഗമാണ് സെഞ്ചുറി വെഡ്ഡിംഗ് പാർക്കിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. കൂടാതെ പാദരക്ഷകൾ, ഫാൻസി, സീഡ്സ്, പെർഫ്യൂംസ് എന്നിവയുടെ വിഭാഗവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മലയാള ഭാഷാ ബിൽ നടപ്പിലാക്കുമ്പോൾ കാസർഗോട്ടെ കന്നഡ സ്കൂളുകളിൽ മലയാള പഠനം അടിച്ചേൽപ്പിക്കരുതെന്ന് കന്നഡ സ്കൂൾ സംരക്ഷണ സമിതി. ദ്വിഭാഷാ നയം അനുസരിച്ച് കാസർഗോഡ് കന്നഡയ്ക്കും തുല്യ പ്രാധാന്യം ലഭിക്കണമെന്നും സർക്കാർ രേഖകളും അറിയിപ്പുകളും കന്നഡയിലും ലഭ്യമാക്കണമെന്നും സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പതിറ്റാണ്ടുകളായി കന്നഡ ഭാഷയെയും സംസ്കാരത്തെയും പരിപോഷിപ്പിക്കുന്ന വിദ്യാലയങ്ങൾ അതിർത്തി മേഖലയിലുണ്ടെന്നും അവരുടെ അവകാശ സംരക്ഷണത്തിനായി പോരാട്ടം തുടരുമെന്നും കന്നഡ സ്കൂൾ സംരക്ഷണ സമിതി. കാസർഗോട്ടെ ഭരണപരവും വിദ്യാഭ്യാസപരവുമായ മേഖലകളിൽ കന്നഡ ഭാഷയെ അവഗണിച്ച് മലയാളം ഭാഷയിലുള്ള അറിയിപ്പുകളും ഉത്തരവുകളും നിർബന്ധമാക്കുന്നത് ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണെന്നും കന്നഡ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് നികത്താതിരിക്കുകയും ഒഴിവുള്ള കന്നഡ അധ്യാപക തസ്തികകളിൽ മലയാളം മാത്രം അറിയുന്നവരെ നിയമിക്കുന്നതും കന്നഡ വിദ്യാഭ്യാസത്തെ തകർക്കാനുള്ള ശ്രമമാണെന്നും സമിതി ഭാരവാഹികൾ ವಾರ್ತಾಸಮ್ಮೇಳನത്തിൽ പറഞ്ഞു. ಕೇರಳ ಸರ್ಕಾರ ಏನು ಒಂದು ಮಲಯಾಳಂ ಲ್ಯಾಂಗ್ವೇಜ್ ಬಿಲ್ಲು ಎಂಬ ಒಂದು ಮಸೂದೆಯನ್ನು ಹೊರತಂದಿದೆ. ಇದು ನಿಜವಾಗಲೂ ಕೂಡ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯಲ್ಲಿರುವ ಕನ್ನಡಿಗರಿಗೆ ಇದೊಂದು ಮಾರಕ ಅಂತೇಳಿ ನಾನು ಹೇಳ್ತಾ ಇದ್ದೇನೆ. ಕೇರಳದಲ್ಲಿ ಮಲಯಾಳಂ ಭಾಷೆ ಆದರೂ ಕೂಡ ನಮ್ಮ ನೆರೆಯ ಜಿಲ್ಲೆಯಾದಂಥ ಕಾಸರಗೋಡಿನಲ್ಲಿ ಸಪ್ತ ಭಾಷಾ ಸಂಗಮ ಭೂಮಿ ಅಂತ ನಾವು ಹೇಳ್ತೇವೆ. ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯಲ್ಲಿ ನಮಗೆ ಮಲಯಾಳಂ ಜೊತೆಗೆ ಇದು ಕನ್ನಡದ ಒಂದು ಯಕ್ಷಗಾನ ಇರ್ಬೋದು, ಅದೇ ರೀತಿ ದೈವಾರಾಧನೆ ಇರ್ಬೋದು, ಅದೇ ರೀತಿ ಹಲವಾರು ಕವಿಗಳನ್ನು ಕೊಟ್ಟಿರುವಂಥ ಊರು ಕಾಸರಗೋಡು ಜಿಲ್ಲೆ. ಈ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ಅತಿ ಹೆಚ್ಚು ಕನ್ನಡಿಗರು ಇರುವಂಥ ಒಂದು ಊರು ಕೂಡ ಕಾಸರಗೋಡು ಜಿಲ್ಲೆ. ಈ ಕಾಸರಗೋಡು ಜಿಲ್ಲೆ ಎಂಬುದು ನಮ್ಮ ಕರ್ನಾಟಕದ ಹೋಲಿಸಿದರೆ ಬ್ರಿಟಿಷರ ಕಾಲದಲ್ಲಿಯೇ ಇದೊಂದು ಮೆಡ್ರಾಸ್ ಪ್ರಾಂತ್ಯ ಇರುವಾಗ ಇದು ನಮ್ಮ ಕರ್ನಾಟಕದ ಒಂದು ಅವಿಭಾಜ್ಯ ಅಂಗವಾಗಿತ್ತು ಕಾಸರಗೋಡು ಜಿಲ್ಲೆ. ನಂತರ ದಿನಗಳಲ್ಲಿ ಬೆಳಗಾವಿಯನ್ನು ನಾವು ಮುಂಬೈಯಿಂದ ಅವರು ಬಿಟ್ಟುಕೊಡುವಂಥ ಸಂದರ್ಭದಲ್ಲಿ ಕೇರಳ ಕೂಡ ಒಂದು ಆಗ್ರಹವನ್ನು ಮಾಡಿತ್ತು. ಏನಂತೇಳಿದರೆ ಗುಡಲ್ಲೂರು ನಮಗೆ ಕೊಡಿ ಅಂತೇಳಿ ತಮಿಳುನಾಡಿನಿಂದ. ಆ ಸಂದರ್ಭದಲ್ಲಿ ಹಲವಾರು ಚರ್ಚೆಗಳು ಸಂಭವಿಸಿ 1967ರಲ್ಲಿ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಗೆ ಅಲ್ಲ, ಇದು ಮಹಾಜನ್ ವರದಿಯಲ್ಲಿ ಇದು ಒಂದು ವರದಿಯನ್ನು ಅವರು ಇದು ಮಾಡಿ ಹಲವಾರು ರಾಜಕೀಯ ಪ್ರೇರಿತ ಕೂಡ ನಡೆದಿದೆ ಆ ಸಂದರ್ಭದಲ್ಲಿ. ಅಂತಹ ಸಂದರ್ಭದಲ್ಲಿ ಏನಾಗಿದೆ ಅಂತೇಳಿದರೆ ನಮ್ಮ ಕಾಸರಗೋಡು
ಜಿಲ್ಲೆಯನ್ನು ಕೇರಳಕ್ಕೆ ಸೇರಿಸಿದರು. ನಂತರ ದಿನಗಳಲ್ಲಿ ಹಲವಾರು ಹೋರಾಟಗಳು ಕೂಡ ನಡೆದಿದೆ. ಆದರೆ ಯಾರೂ ಕೂಡ ಮತ್ತೆ ಮುಂದೆ ಬಂದಿಲ್ಲ. ಆ ಹೋರಾಟ ಮುಂದುವರಿಲಿಲ್ಲ ಆ ಹೋರಾಟ. ನಂತರ ದಿನಗಳಲ್ಲಿ ಏನಾಗಿದೆ ಅಂತ ಹೇಳಿದರೆ, ಕಾಸರಗೋಡು ಜಿಲ್ಲೆ ಸಾಧಾರಣ ಇಲ್ಲಿನ ಕಾನೂನಿದೆ, ಪ್ರಜಾಪ್ರಭುತ್ವದಲ್ಲಿ ನಮ್ಮ ಸಂವಿಧಾನದಲ್ಲಿ ಒಂದು ಕಾನೂನಿದೆ, 15% ಹೆಚ್ಚು ಮಾತನಾಡುವ ಜನರಿದ್ದರೆ ಅವರಿಗೆ ಆಯಾ ಭಾಷೆಯಲ್ಲಿ ಶಿಕ್ಷಣ ಕೊಡಬೇಕು ಅಂತೇಳಿ, ಅಂಥ ಸಂದರ್ಭದಲ್ಲಿ ಕಾಸರಗೋಡು ಜಿಲ್ಲೆಯಲ್ಲಿ ಕೂಡ ಕೇರಳ ಮಲಯಾಳಂ ಭಾಷೆಯೊಂದಿಗೆ ಕನ್ನಡದಲ್ಲಿ ಕೂಡ ಶಿಕ್ಷಣವನ್ನು ಕೊಡ್ತಾ ಇದ್ದಾರೆ. ಹಲವಾರು ಜಾಗ, ಮಂಜೇಶ್ವರ ಇರ್ಬೋದು, ಕುಂಬಳೆ ಇರ್ಬೋದು, ಕಾಸರಗೋಡು ಇರ್ಬೋದು, ಹಲವಾರು ಜಾಗಗಳಲ್ಲಿ ಏನು ಮಾಡ್ತಾ ಇದ್ದಾರೆ ಅಂತೇಳಿ ಮಲಯಾಳಂ ಮೀಡಿಯಂನೊಟ್ಟಿಗೆ ಕನ್ನಡ ಮೀಡಿಯಂ ಕೂಡ ಕಲಿಸ್ತಾ ಇದ್ದಾರೆ. ಕಳೆದ 1 ವರ್ಷಗಳಿಂದ ಈಚೆ ಏನಾಗ್ತಾ ಇದೆ ಅಂತೇಳಿದರೆ, ಸರ್ಕಾರಿ ಕನ್ನಡ ಶಾಲೆಗಳಲ್ಲಿ ಶಿಕ್ಷಕರನ್ನು ಕೊಡ್ತಾ ಇಲ್ಲ, ಮಲಯಾಳಂ ಶಿಕ್ಷಕರನ್ನು ಕೊಡ್ತಾ ಇದ್ದಾರೆ. ಅಂಥ ಸಂದರ್ಭದಲ್ಲಿ ಏನಾಗ್ತದೆ ಅಂತೇಳಿದರೆ, ಮಕ್ಕಳಿಗೆ ಕನ್ನಡ ಗೊತ್ತಾಗೋದಿಲ್ಲ, ಅವರು ಮಲಯಾಳಂ ಪಾಠ ಮಾಡೋ ಟೀಚರಿಗೆ ಕನ್ನಡ ಗೊತ್ತಾಗೋದಿಲ್ಲ. ಇಂಥ ಸಂದರ್ಭದಲ್ಲಿ ಕನ್ನಡಂ ಕಲಿಯುವವರಿಗೆ ತೊಂದರೆ ಆಗ್ತಾ ಇದೆ. ಒಂದು ಬಹಳ ವಿಷಯ ಅದು. ಮತ್ತು ಎರಡನೇ ವಿಷಯ ಅಂತೇಳಿದರೆ, ಈಗ ಇಂಥ ಸಂದರ್ಭದಲ್ಲಿ ಏನಾಗ್ತಾರೆ, ಮಕ್ಕಳು ಕೂಡ ಈಗ ಇಲ್ಲಿ ನೋಡಿ ಕೊಂಕಣಿ ಭಾಷೆ ಇದೆ, ಬ್ಯಾರಿ ಭಾಷೆ ಇದೆ, ಮತ್ತು ತುಳು ಭಾಷೆ ಇದೆ. ಇಂಥ ಸಂದರ್ಭದಲ್ಲಿ ಇವರು ಬೇರೆ ಬೇರೆ ಮಾಡಿಕೊಂಡು, ಕನ್ನಡ ಮಾತ್ರ ಅಲ್ಲ ಅಂತೇಳಿ ಈ ಭಾಷೆಯನ್ನು ಕೂಡ ಬೇರೆ ಬೇರೆ ಮಾಡಿಕೊಂಡು ಕನ್ನಡ ಭಾಷೆ ಮಾತಾಡುವವರ ಸಂಖ್ಯೆಯನ್ನು ಕಮ್ಮಿ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ഉന്യാസ് പെരാജെ, രാജശേഖർ ഷെട്ടി, ഉമ്മർ ഫാറൂഖ്, KBS നൌഫൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 21-ാം വാർഡ് മുട്ടുന്തല പഞ്ചായത്ത് അംഗം നദീർ കൊത്തിക്കാലിന്റെ ഓഫീസ് ഉദ്ഘാടനം നടന്നു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 21-ാം വാർഡ് മുട്ടുന്തലയിൽ നിന്ന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് അംഗം നദീർ കൊത്തിക്കാൽ ക്രസന്റ് സ്കൂളിന് സമീപത്തായി വാർഡിലെ ജനങ്ങളുടെ ആവശ്യാർത്ഥം ഓഫീസ് ആരംഭിച്ചു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിജയശ്രീ ലാളിതനായി മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട നദീറിന്റെ ഓഫീസിന്റെ പ്രവർത്തനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്താനായി ഞാനിവിടെ എത്തിയിരുന്നു. നിങ്ങൾക്കറിയാം, ജനാധിപത്യത്തിൻ്റെ ആപ്തവാക്യം ഉണ്ടാക്കിയത് എബ്രഹാം ലിങ്കനാണ്. എബ്രഹാം ലിങ്കന്റെ വിശ്വവിഖ്യാതമായ ഒരു പ്രസംഗമാണ് ഗെറ്റിസ്ബർഗ് സ്പീച്ച്. അവിടെ വെച്ചാണ് അദ്ദേഹം പറഞ്ഞത്, എ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എ ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ, ദാറ്റ് പ്രോസസ് ഷാൽ നോട്ട് ഫിനിഷ് ഓൺ ദ എർത്ത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഒരു ഗവൺമെന്റ്, അതാണ് ഒരു ജനാധിപത്യ ഗവൺമെന്റ്. പഞ്ചായത്ത് തൊട്ട് പാർലമെന്റ് വരെ ആ പ്രക്രിയ, പ്രോസസ്, ജനാധിപത്യം ഷാൽ നോട്ട് ഫിനിഷ് ഓൺ ദ എർത്ത്. ഭൂമിയിൽ നിന്ന് ഒരു കാലത്തും ഒരു ശക്തിക്കും തുടച്ചു നീക്കാനാകാത്ത ഒരു അത്ഭുത പ്രതിഭാസമാണ് ജനാധിപത്യം. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ മൂലക്കണ്ടം മുഖ്യാതിഥിയായി. വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് അബ്ബാസ് കൊത്തിക്കാൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് അംഗം നദീർ കൊത്തിക്കാൽ സ്വാഗതവും നിയാസ് കൊത്തിക്കാൽ നന്ദിയും പറഞ്ഞു. A. ഹമീദ് ഹാജി, CH അഷ്റഫ്, CH മുഹമ്മദ് കുഞ്ഞി കപ്പണക്കാൽ, ഹാരിസ് മുട്ടുംതല, അബൂബക്കർ കൊളവയൽ, ഉസ്മാൻ ഗലീജ്, ഹസൻ ഹാജി കൊത്തിക്കാൽ, കുഞ്ഞബ്ദുള്ള ഹാജി പാലായി, നൌഷാദ് കൊത്തിക്കാൽ, ഷിഹാബ് കൊത്തിക്കാൽ, ഷബീർ ഹസൻ, നൌഫൽ വൈഡ്മക്, റൌഫ് കൊത്തിക്കാൽ, സയ്യിദ് കൊത്തിക്കാൽ, ജംഷീദ് കൊത്തിക്കാൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാടിന്റെ സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറായതായി നഗരസഭാ ചെയർമാൻ VV രമേശൻ പറഞ്ഞു. നഗരസഭ വികസന കർമ്മസമിതി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാഞ്ഞങ്ങാട് നഗരത്തിന്റെ സമഗ്ര വികസനത്തിനുതകുന്ന മാസ്റ്റർ പ്ലാൻ തയ്യാറായതായി നഗരസഭാ ചെയർമാൻ VV രമേശൻ പറഞ്ഞു. ശ്മശാനവുമായി ബന്ധപ്പെട്ട വിഷയവും ഈ വർഷം പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ റിവിഷൻ വരുമ്പോൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുറന്തൂർ എന്ന് പറയുന്ന വാർഡിൽ ആവശ്യമായ സ്ഥലമുണ്ട്, സൗകര്യങ്ങളുണ്ട്. അവിടെ വളരെ വേഗം ഒരു ശ്മശാനം പണിയാൻ കഴിയുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഗ്യാസ് ശ്മശാനം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അരയിലും നമുക്കിപ്പോൾ സ്ഥലം ലഭ്യമായിട്ടുണ്ട്. പുതുക്കൈ വില്ലേജിൽ
ആണ്. ഒരു 6-7 വാർഡുകൾ അവിടെയാണ് നമ്മുടെ നഗരസഭയുടെ. അങ്ങനെ 2-3 സ്ഥലം നോക്കി എത്രയും വേഗം നമുക്ക് ഈ ശ്മശാനത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഉള്ള മുൻതൂക്കം പുതിയ ഭരണസമിതിയുടെ ഭാഗത്ത് ഉണ്ടാകും. കാഞ്ഞങ്ങാട് നഗരവികസന കർമ്മസമിതി കഴിഞ്ഞ ദിവസം വ്യാപാര ഭവനിൽ ജനപ്രതിനിധികളുമായി നടത്തിയ അഭിമുഖം വേറിട്ട നിലയിൽ ശ്രദ്ധേയമായി. ഉള്ളു തുറന്ന് അഭിപ്രായങ്ങൾ പ്രകടമാക്കിയ മുഖാമുഖം പരിപാടിയിൽ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാനും വിമർശനങ്ങൾ ഉൾക്കൊള്ളാനും തങ്ങൾ ബാധ്യസ്ഥരാണെന്ന ജനപ്രതിനിധികൾ നൽകിയ ഉറപ്പ് ഹർഷാരവത്തോടെയാണ് സദസ്സ് എതിരേറ്റത്. കർമ്മസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ CK ആസിഫ് സ്വാഗതം പറഞ്ഞു. കുഞ്ഞിക്കണ്ണൻ കക്കാണത്ത് വികസന രേഖ അവതരിപ്പിച്ച് സംസാരിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുജാത, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ, അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ മൂലക്കണ്ടം, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മഹമ്മൂദ് മുറിയനാവി, M വിജയൻ, ഫൗസിയ ഷെരീഫ്, M സുമതി, പ്രശാന്ത് സൗത്ത്, സവിത കുമാരി, കൗൺസിലർ 5 സ്റ്റാർ അബ്ദുൾ റഹ്മാൻ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ MV രാഘവൻ, കവിത, C കുഞ്ഞാമിന എന്നിവരെ കർമ്മസമിതി അംഗങ്ങളും ഷോൾ അണിയിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ഓഫീസ് അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറെ ബ്ലോക്കിൽ എല്ലാത്തരം സൗകര്യങ്ങളോടും കൂടി നവീകരിച്ച മാറ്റി സ്ഥാപിക്കും. പുതിയ കോട്ടയിലെ നിലവിലെ ഓഫീസ് സോണൽ ഓഫീസായി നിലനിർത്തും. ആധുനിക ശ്മശാനത്തിന് കുറുന്തൂരിൽ സ്ഥലം കണ്ടെത്തിയതായും മടിക്കൈ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ച് അരയിപ്പുഴയോരം വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്നും ചെയർമാൻ പറഞ്ഞു. മൺമറഞ്ഞ മഹാരഥന്മാരുടെ ഓർമ്മയ്ക്കായി പൈതൃക ഇടനാഴി സ്ഥാപിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിക്ക് നഗരസഭയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2000 പേർക്കിരിക്കാവുന്ന ഇൻഡോർ സ്റ്റേഡിയവും ആധുനിക രീതിയിലുള്ള പൊതുശ്മശാനവും സ്ഥാപിക്കാനുള്ള നടപടിയുണ്ടാവും. ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ വിശദമായി പരിശോധിച്ച് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാൻ നടപടികൾ ഉണ്ടാവുമെന്ന് ചെയർമാൻ ഉറപ്പു നൽകി. പ്രസ് ഫോറം പ്രസിഡന്റ് ഫസൽ റഹ്മാൻ, ലേറ്റസ്റ്റ് പത്രാധിപർ അരവിന്ദൻ മാണിക്കോത്ത്, C മുഹമ്മദ് കുഞ്ഞി, CA പീറ്റർ, A ഹമീദ് ഹാജി, ഐശ്വര്യകുമാരൻ, A ദാമോദരൻ, T മുഹമ്മദ് അസ്ലം, ചന്ദ്രൻ പെറ്റ്സ്, ആസിഫ് മെട്രോ, N അശോക് കുമാർ, K കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കർമ്മസമിതി ചെയർമാൻ C യൂസഫ് ഹാജി നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബളാംതോട് മണികണ്ഠപുരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് സമാപനമായി. താലപ്പൊലി ഘോഷയാത്രയും കാഴ്ച സമർപ്പണവും നടന്നു. ബളാംതോട് മണികണ്ഠപുരം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. സമാപന ദിവസം സുരേഷ് ബാബു ആധ്യാത്മിക പ്രഭാഷണം നടത്തി. വൈകുന്നേരം 4 മണിക്ക് വിളക്കുപൂജ നടന്നു. KN സുരേന്ദ്രൻ നായർ വിളക്കുപൂജയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വടക്കുംഭാഗം കാഴ്ച കമ്മിറ്റിയുടെ കാവടിയാട്ടവും താലപ്പൊലി ഘോഷയാത്രയും കാഴ്ച സമർപ്പണവും നടന്നു. തുടർന്ന് ശിവേലി എഴുന്നള്ളത്ത്, ശ്രീഭൂതബലി, തിടമ്പ് നൃത്തം എന്നീ ചടങ്ങുകളും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് പ്രതിഷ്ഠാദിന മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, ബളാംതോട്. പടിമരുത് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ V സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും നവനാൾ പ്രാർത്ഥനയ്ക്കും തിരുനാൾ ആഘോഷത്തിനും തുടക്കമായി. 25 വരെയാണ് തിരുനാൾ ആഘോഷം നടക്കുന്നത്. പടിമരുത് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ V സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും നവനാൾ പ്രാർത്ഥനയും തിരുനാൾ ആഘോഷത്തിനും തുടക്കമായി. 25 വരെയാണ് തിരുനാൾ നടക്കുന്നത്. ജനുവരി 17 വിശുദ്ധ കുർബാനയും വചന സന്ദേശവും നോവേനയും നടന്നു. ഫാദർ സുനിൽ കാനാക്കാട്ടിൽ ചടങ്ങിന് നേതൃത്വം നൽകി. ഇടവകയിൽ സേവനം ചെയ്ത വൈദികർ സഹകർമ്മികളായി. ജനുവരി 18 നടന്ന വിശുദ്ധ കുർബാനയ്ക്കും വചന സന്ദേശത്തിനും നോവേനയ്ക്കും ഫാദർ മാത്യു നേതൃത്വം നൽകി. സ്നേഹമുള്ളവരെ,
പടിമരുന്ന് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ്. ഈ ഇടവക രൂപീകൃതമായിട്ട് 50 വർഷം പൂർത്തിയാവുകയാണ്. അതിന്റെ ജൂബിലി വർഷത്തിന്റെ സമാപനത്തിലേക്ക്, ജൂബിലി തിരുനാളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് കൊടിയേറ്റോടുകൂടി തിരുനാൾ ആരംഭിക്കുകയാണ്. 23, 24, 25 ദിവസങ്ങളാണ് പ്രധാനപ്പെട്ട തിരുനാൾ ദിവസം. 24-ാം തീയതി നമ്മൾ പൂർവികരെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കും. തുടർന്ന് സൺഡേ സ്കൂളിന്റെ വാർഷിക ആഘോഷങ്ങൾ അന്നേ ദിവസം നടത്തപ്പെടും. 24-ാം തീയതി പ്രധാന തിരുനാൾ ദിവസം അഭിവന്യ ജോർജ് ഞറക്കാട്ട് പിതാവ് കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. തുടർന്ന് ചുള്ളിക്കര ടൗണിലേക്ക് വർണ്ണശബളമായ വിശ്വാസ പ്രഘോഷണ റാലി, അതിനുശേഷം വളരെ മനോഹരമായ മ്യൂസിക് ഓട് കൂടിയ ലൈറ്റ് ഷോ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. 25-ാം തീയതി സമാപനം. ഉച്ചയ്ക്ക് തലശ്ശേരി അഭിവൃദ്ധിയുടെ അധ്യക്ഷനായിരിക്കുന്ന ജോസഫ് പാമ്പ്ലാനി പിതാവ് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുന്നതാണ്. തിരുനാൾ ദിവസങ്ങളിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവിധ നന്മകളും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും പടിവരതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 24-ന് വർണ്ണശബളമായ പ്രദക്ഷിണം നടക്കും. 25-ന് നടക്കുന്ന തിരുനാൾ കുർബാന വചന സന്ദേശത്തിന് മാർ ജോസഫ് പാമ്പ്ലാനി നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. മലമുകളിൽ ചെന്ന് സൂര്യോദയം കാണണമെന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാകില്ല. അങ്ങനെയൊരു മലമുകളിലെ സൂര്യോദയ കാഴ്ചയാണ് സിറ്റി ചാനൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ കാഴ്ച മറ്റെവിടെയുമല്ല, കാസർഗോഡ് അനന്തപുരം തടാക ക്ഷേത്രത്തിനരികെയുള്ള ദൃശ്യങ്ങളാണ്. പ്രവീൺ ധർമ്മശാല പകർത്തിയ അനന്തപുരത്തെ പ്രഭാത കാഴ്ചകൾ കാണാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് കുമ്പടാജി ആജിലയിലെ പുഷ്പാവതിയുടെ കൊലപാതകം പ്രതി പരമേശ്വരയെ ചോദ്യം ചെയ്തതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വ്യക്തിഹത്യ നടത്തിയതിലുള്ള വൈരാഗ്യമാണ് കൊലപാതക കാരണമെന്ന മൊഴി. പുഷ്പലതയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണം മോഷ്ടിച്ചതായും പ്രതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. അതേസമയം പ്രതിയുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല.
തൃശൂരിൽ നടന്നുവരുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തന്റെ രചനാ വൈഭവം തെളിയിക്കാൻ പടനയിലെ സിയ ഫാത്തിമ എന്ന 10ാം തരം വിദ്യാർത്ഥിക്ക് ലഭിച്ചത് മറക്കാനാവാത്ത അരമണിക്കൂർ. ശാരീരിക വേദനകൾ അല്പനേരത്തേക്ക് മറന്ന് രാവിലെ 11:30ഓടെയാണ് ഓൺലൈനിലായി 11ാം വേദിയിൽ അറബിക് കലോത്സവത്തിലെ പോസ്റ്റർ രചനയിൽ സിയ മാറ്റുരച്ചത്. കുമ്പള ടോൾ പിരിവിനെതിരെ സമരം കടുപ്പിക്കാൻ ആക്ഷൻ കമ്മിറ്റി തീരുമാനം. തിങ്കളാഴ്ച കളക്ടറേറ്റിന് മുന്നിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ സംഗമം നടത്തും. കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ ഹോസ്ദുർഗ് സർക്കിൾ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മ്യൂണിറ്റി ഔട്ട് പ്രോഗ്രാം വിവിധ പരിപാടികളോടെ നടന്നു. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചെങ്കൽ ഉൽപാദക ഉടമസ്ഥത ക്ഷേമ സംഘം തിങ്കളാഴ്ച സംസ്ഥാന വ്യാപക പണിമുടക്ക് നടത്തും. അന്നേ ദിവസം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ 10 മണിക്ക് കളക്ടറേറ്റ് ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കിടപ്പിലായവർക്കും മാരക രോഗം ബാധിച്ചവർക്കും ഒറ്റപ്പെട്ടവർക്കും പാലിയേറ്റീവ് സാന്ത്വന ചികിത്സ അനിവാര്യമെന്ന GDHH മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M ഹർഷ. അമ്പലത്തറ സ്നേഹവീട് പാലിയേറ്റീവ് കെയർ സെന്റർ വെളിച്ചം എന്ന പേരിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. റെഡ് സ്റ്റാർ അജാനൂരിന്റെ വോളിബോൾ താരങ്ങൾ വീണ്ടും കളിക്കളത്തിലിറങ്ങി. അഡോട്ട വോളി ലീഗ് അഡോട്ട റെഡ് സ്റ്റാർ ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടിൽ നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.